പിശാച്. മരുഭൂമിയിലൂടെ മനുഷ്യരിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മരുഭൂമിയിൽ ചില അപക്കാഴ്ചകൾ കണ്ടിരുന്നു. ദൂരേക്ക് നോക്കിയാൽ അവിടെ വെള്ളം നിൽക്കുന്നതായിട്ട് തോന്നും, അല്ലെങ്കിൽ മരങ്ങളൊക്കെ തലകുത്തനെ നിൽക്കുന്നതായിട്ട് തോന്നും. പിന്നെ അടുത്ത് ചെല്ലുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല, ഒക്കെ നേരെ നിൽക്കുന്നതായിട്ട്. ഇത് മരുഭൂമിയിൽ മാത്രമല്ല, വേനൽക്കാലത്ത് നമ്മൾ ഹൈവേയിൽ കൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ കാണാം, നീളത്തിൽ ഹൈവേ കാണുന്ന സ്ഥലത്ത് അവിടെ വെള്ളം നിൽക്കുന്നതാണ്. വണ്ടി അടുത്ത് ചെല്ലുമ്പോൾ വെള്ളം ഉണ്ടാവില്ല, ദൂരെ നോക്കുമ്പോൾ വെള്ളം കാണാം. അത് കാരണം എന്താണ്? മരീചിക എന്ന് പറയുന്ന ഒരു ഭൗതിക പ്രതിഭാസം. അത് വളരെ സിമ്പിളാണ്. ഇന്ന് 8ാം ക്ലാസ്സിൽ ഫിസിക്സ് പഠിക്കുന്ന ഒരു കുട്ടി അത് വിശദീകരിച്ചു തരും. എന്താണ് മരീചിക? അന്തരീക്ഷ വായുവിൽ കൂടെ പ്രകാശരശ്മികൾ കടന്നു വരുമ്പോൾ വായുവിന് സാന്ദ്രതാ വ്യത്യാസമുള്ള പല ലെയറുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അങ്ങനെയാണ് മരുഭൂമിയിൽ ചൂട് വ്യത്യാസമുള്ളത് കൊണ്ട് അന്തരീക്ഷ വായുവിന്റെ സാന്ദ്രതയിൽ വ്യത്യാസമുള്ള പല ലെയറുകളായിട്ട് മാറും. ആ സാന്ദ്രതാ വ്യത്യാസമുള്ള വായുവിൽ കൂടെ പ്രകാശം കടന്നു വരുമ്പോൾ നിരന്തരമായി അതിന് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം സംഭവിക്കും. അത് സൃഷ്ടിക്കുന്ന പ്രതിബിംബം അപപ്രതിബിംബമായിട്ട് അല്ലെങ്കിൽ വികലമായ പ്രതിബിംബമായിട്ട് നമ്മുടെ കണ്ണിൽ പതിക്കുന്നത് കൊണ്ടാണ് അപകാഴ്ചകൾ ഉണ്ടാവുന്നത്. അത് ആ രീതിയിൽ അതിനെ വിശദീകരിക്കാൻ ആധുനിക ശാസ്ത്രത്തിനേ കഴിയുള്ളൂ. 1400 കൊല്ലം മുമ്പ് അറബികൾക്ക് മരുഭൂമിയിൽ മരീചിക കണ്ടിട്ട് അതിന്റെ ഫിസിക്സ് പറയാൻ, അല്ലെങ്കിൽ അത് അപവർത്തനം മൂലമാണ്, പ്രകാശരശ്മി സാന്ദ്രതാ വ്യത്യാസമുള്ള പ്രതലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് എന്നൊന്നും വിശദീകരിക്കാനുള്ള ശാസ്ത്രജ്ഞാനം അന്ന് അറബിക്കുണ്ടായിരുന്നില്ല. പക്ഷേ അറിവില്ലെങ്കിലും മിണ്ടാതിരിക്കാൻ അന്ന് ആളുകൾ തയ്യാറാവുമായിരുന്നില്ല. ഒരു കഥ അവരന്നുണ്ടാക്കി. അങ്ങനെയാണ് മരുഭൂമിയിൽ ജിന്നുകൾ ധാരാളമായി പാർക്കുന്നു എന്ന നിഗമനത്തിൽ അവരെത്തുന്നത്. എന്താണ് ജിന്നുകൾ? നമ്മുടെ നാട്ടിലെ ഭൂത, പ്രേത, പിശാച്, ഒടിയൻ, ആനമറുത എന്നൊക്കെ പറഞ്ഞ കുറേ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. പക്ഷെ അറബികൾക്ക് എല്ലാത്തിനും ഒറ്റ പേരേ ഉള്ളൂ, ജിന്ന്. ആ ജിന്ന് നമ്മളെ ഖുർആനിലും ഹദീസിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അറബിക് കഥകളിൽ മുഴുവൻ ജിന്ന് കഥകളാണ്. 1001 രാവുകളൊക്കെ ജിന്ന് കഥകളാണ്. അപ്പൊ ഈ ജിന്നുണ്ടാവാൻ കാരണം ഒരു പക്ഷേ ഇതായിരിക്കാം. ഇങ്ങനെയുള്ള അപകാഴ്ചകൾ കണ്ട് മരുഭൂമിയിൽ പല അപകടങ്ങളിലും പെട്ട് മരുഭൂമിയിൽ ആളുകൾ കൊള്ളക്കാരുടെ അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും സൂര്യാഘാതം ഏറ്റിട്ടൊക്കെ മരിച്ചുപോയ ആളുകൾ പിന്നെ കാണാതായപ്പോ അതൊക്കെ ജിന്ന് പിടിച്ചതാണ് എന്ന നിഗമനത്തിൽ എത്തിക്കാണും. അങ്ങനെയാണ് ജിന്ന് എന്ന അന്ധവിശ്വാസം അറബികളിൽ രൂഢമൂലമായിട്ടുണ്ടാവുക. പക്ഷെ ആ അന്ധവിശ്വാസം അറബികളുടെ ദൈവങ്ങളും ഏറ്റെടുത്തു എന്നാണ് ഖുർആൻ പോലുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇടിമിന്നൽ പണ്ട് മുതലേ മനുഷ്യൻ നിരീക്ഷിച്ച ഒന്നാണ്, മനുഷ്യൻ ഭയപ്പെട്ട ഒന്നാണ്. പക്ഷെ എന്താണ് ഇടിമിന്നൽ എന്ന് വിശദീകരിക്കാൻ പണ്ടുകാലത്ത് മനുഷ്യർക്ക് കഴിയുമായിരുന്നില്ല. ഇന്ന് അതിനൊക്കെ ശാസ്ത്രം വിശദീകരണം നൽകുന്നുണ്ട്. പക്ഷെ വിശദീകരിക്കാതിരിക്കാൻ കഴിയല്ല, വിശദീകരിച്ചു. എന്താ വിശദീകരിച്ചത്? ഇടിനാദം അവനെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ഭയപ്പാട് മൂലം മലക്കുകളും അവനെ സ്തുതിക്കുന്നു. ഇടിമിന്നലിനെ അവൻ അയക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്നവരെ അതുമൂലം അവൻ അപായപ്പെടുത്തുകയും ചെയ്യുന്നു. ഇവിടെ ഹദീസുകൾ അനുസരിച്ചുള്ള വ്യാഖ്യാനം, ജലാലയിലും മറ്റും നടക്കുന്ന വ്യാഖ്യാനം അനുസരിച്ച് ഇങ്ങനെയുമല്ല കഥ പറയുന്നത്. ഈ മലക്കുകള് മേഘങ്ങളെ അള്ളാഹു നിർദ്ദേശിച്ച സ്ഥലത്തേക്ക് തെളിച്ചോണ്ട് പോകുമ്പോ, ചാട്ടവാറ് മിന്നി തെളിച്ചോണ്ട് പോകുമ്പോ മഴക്കാറിന്റെ നേരെ മലക്കുകൾ പുറപ്പെടുവിക്കുന്ന ശബ്ദമാണ്. അതായത് ഒട്ടകത്തിനെയൊക്കെ തെളിച്ചോണ്ട് പോകുമ്പോ ഹു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോവുക. നമ്മള് മുരികളൊക്കെ തെളിച്ചോണ്ട് പോകുമ്പോൾ ഒച്ച ഉണ്ടാക്കിയിട്ട് ഒരു വടിയൊക്കെ മിന്നിട്ടാണ് കൊണ്ടുപോകുക. അതുപോലെ ഒട്ടകങ്ങളെ തെളിച്ചോണ്ട് പോകുന്ന അറബി അതുപോലെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് ഒരു ചാട്ടവാറ് മിന്നിക്കൊണ്ട് മലക്കുകൾ മഴക്കാറിനെ തെളിച്ചോണ്ട് പോവുകയാണ്. ആ ചാട്ടവാറ് തീച്ചാട്ടവാറാണ്. അതിങ്ങനെ മിന്നുമ്പോഴാണ് മിന്നലുണ്ടാവുന്നത്. ആ മലക്കുകൾ ഇങ്ങനെ ഹൂ എന്ന് ശബ്ദം ഉണ്ടാക്കുമ്പോഴാണ് ഇടിപൊട്ടുന്നത്. അതിന്റെ കൂടെ ഈ മലക്കുകൾ അള്ളാഹുവിനെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് പോവുകയാണ് എന്നാണ് ഖുർആനും ഹദീസും നമ്മളോട് വിശദീകരിക്കുന്നത്. അതിൽ കൂടുതൽ ഇടിമിന്നൽ എന്താണ് എന്ന് പറയാൻ ഉള്ള ശാസ്ത്ര വിവരം അള്ളാഹുവിനോ അള്ളാഹുവിന്റെ അന്ത്യപ്രവാചകനോ ഒന്നും ഉണ്ടായില്ല. കാരണം അന്നത്രേ മനുഷ്യർക്ക് അറിവുണ്ടായിരുന്നുള്ളൂ. അയ്യൂബ് മൗലവി അവസാനം പറഞ്ഞു നിർത്തിയത് മനുഷ്യനാണ് പടച്ചോൻ ഉണ്ടാക്കിയത് എന്നാണ്. അതിലേക്ക് തന്നെയാണ് ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത്. മനുഷ്യനെ അറിയാത്ത ഒരു കാര്യവും ദൈവങ്ങൾക്കും അറിയില്ല എന്നതുകൊണ്ട് മനുഷ്യനാണ് ദൈവത്തെ ഉണ്ടാക്കിയത് എന്ന നിഗമനത്തിൽ നമ്മൾ എത്തുകയാണ്. മഴ പെയ്യുന്നത് എവിടെ നിന്ന്? ഖുർആനിൽ പലതവണ നമ്മളോട് ആവർത്തിച്ച് പറയുന്നുണ്ട് മഴ പെയ്യുന്നതിനെ കുറിച്ച്. എന്താണ്? അള്ളാഹു ആകാശത്ത് നിന്ന് മഴ ഇറക്കി തരുന്നു എന്നാ പറയുന്നത്, വേറെ ഒന്നും പറയുന്നില്ല. പക്ഷെ നമുക്കറിയാം മഴ പെയ്യുന്നത് ആകാശത്ത് നിന്നല്ല, മഴ പെയ്യുന്നത് ഭൂമിയിൽ നിന്നാണ്.
ഭൂമിയുടെ അന്തരീക്ഷ വായു എന്ന് പറയുന്നത് ഭൂമിയുടെ ഭാഗമാണ്, ആകാശമല്ലാതെ. അന്തരീക്ഷ വായു കൂടി ചേർന്നതാണ് ഭൂമി. ആ ഭൂമിയിലെ ഉപരിതലത്തിലുള്ള ജലം ആവിയായി അന്തരീക്ഷ വായുവിൽ പോയി അവിടെ നിന്ന് വീണ്ടും ജലത്തുള്ളികളായി താഴേക്ക് പതിക്കുമ്പോഴാണ് മഴ ഉണ്ടാവുന്നത് എന്നാണ് 3ാം ക്ലാസ്സിലെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത്. അല്ലാതെ ആകാശത്തുനിന്ന് അള്ളാഹു ഇറക്കിത്തരുന്നതല്ല. ഇനി അള്ളാഹു ഇറക്കിത്തരുന്നതാണ് ആകാശത്തു നിന്നാണെങ്കിൽ ആകാശം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷ വായുവാണ്, അള്ളാഹു എന്ന് പറഞ്ഞാൽ വായുവിന്റെ ഹ്യൂമിഡിറ്റി, സൂര്യന്റെ താപം, കാറ്റ്, അതിന്റെ സാന്ദ്രതാ വ്യത്യാസം, പിന്നെ വെള്ളത്തിന്റെ അവസ്ഥാ വ്യത്യാസം തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഭൗതിക പ്രതിഭാസങ്ങൾ കൂടിച്ചേർന്നതിനെയാണ് അള്ളാഹു എന്ന് പറയുന്നതെങ്കിൽ ഒക്കെ എനിക്കെതിരില്ല. പക്ഷെ അള്ളാഹു എന്ന് പറയുന്ന ഒരാളാണ് എങ്കിൽ അയാൾ ആകാശത്തു നിന്ന് ഒഴിച്ചു തരുന്നതാണ് മഴ എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ശാസ്ത്രവും ഇതും തമ്മിൽ പൊരുത്തമില്ലാതെ പോകുന്നത്. ആലിപ്പഴം വീഴുന്നത് എവിടെ നിന്ന്? ആലിപ്പഴപ്പുള്ള ചെറുപ്പക്കാരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. പണ്ടൊക്കെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഇവിടെയൊക്കെ ആലിപ്പഴം വീഴുമായിരുന്നു. ആലിപ്പഴം എന്ന് പറഞ്ഞാൽ ആലിന്റെ പഴമല്ല, ഐസിന്റെ കട്ടകളാണ്. ഈ വേനൽക്കാലത്തൊക്കെ പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് നീരാവി അധികം തണുത്ത് വെള്ളമാകുന്നതിന് പകരം ഐസിന്റെ കട്ടകളായിട്ട് താഴേക്ക് പതിക്കും. ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും ഇങ്ങനെ മഞ്ഞ് വീഴ്ച ഉണ്ട്. അങ്ങനെ ഐസ് കട്ട വീഴുന്നതിനാണ് ആലിപ്പഴം വീഴുക എന്ന് പറയുന്നത്. ഇതെന്താണ് എന്ന് വിശദീകരിക്കാനും പണ്ടുള്ളവർക്ക് കഴിയുമായിരുന്നില്ല. പക്ഷേ വിശദീകരിക്കാതിരിക്കാനും അവർക്ക് കഴിഞ്ഞിട്ടില്ല. വിശദീകരിച്ചു. എന്താണ്? താങ്കൾ കണ്ടില്ലേ അള്ളാഹു മേഘത്തെ പതുക്കെ വലിച്ചു കൊണ്ടുവരികയും പിന്നീട് അവയെ കൂട്ടിച്ചേർക്കുകയും അട്ടിയാക്കുകയും ചെയ്യുന്നത്? അങ്ങനെ അതിനിടയിൽ കൂടി മഴ പെയ്യുന്നതും താങ്കൾക്ക് കാണാം. ആകാശത്തുള്ള മഞ്ഞുമലയിൽ നിന്ന് അവൻ മഞ്ഞുകട്ടകൾ വീഴ്ത്തുന്നു. എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ അത് വീഴുന്നു. അവൻ ഉദ്ദേശിച്ചവരിൽ നിന്നും അത് ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. വലിയ ഐസിന്റെ കട്ടയാണെങ്കിൽ അപകടം പറ്റും തലയിലൊക്കെ വീണാൽ. അതാണ് അള്ളാഹു പറയുന്നത്. ആകാശത്തൊരു മഞ്ഞുമലയുണ്ട്, ആ മഞ്ഞുമലയിൽ നിന്നാണ് ഇത് വീഴുന്നത് എന്നാണ് പറയുന്നത്. അത് കാഫുമലയാണ് എന്നും പറയുന്നുണ്ട്. കാഫുമല എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് പറയും. രാത്രിയും പകലും ഉണ്ടാകുന്നു. മനുഷ്യന്റെ നേർക്കാഴ്ചയിൽ മനുഷ്യൻ നിരീക്ഷിച്ചതാണ്. പക്ഷെ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് നമുക്കിന്നറിയാം. പക്ഷേ പണ്ടുള്ളവർക്ക് അത് കൃത്യമായിട്ട് പറയാൻ അറിയില്ലായിരുന്നു. പക്ഷേ അറിയില്ലെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല, പറഞ്ഞു. എന്താണ്? രാത്രി അവർക്കൊരു ദൃഷ്ടാന്തമാണ്, അതിൽ നിന്നും പകലിനെ നാം ഊരിയെടുക്കുന്നു. അത്രേ ഉള്ളൂ. അള്ളാഹു രാത്രിയും പകലും അങ്ങോട്ടും ഇങ്ങോട്ടും ഊരിയെടുക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ട് പൊതിയുന്നു, കെട്ടിപ്പൊതിയുന്നു, ചുറ്റുന്നു എന്നൊക്കെ പറയല്ലാതെ എന്തുകൊണ്ടാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത്? ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ് എന്ന് പറയാനുള്ള ശാസ്ത്രവിവരം അള്ളാഹ്ക്കില്ല, റസൂലിനില്ല, ഇല്ലാതെ പോയി. ചന്ദ്രന് വൃദ്ധിക്ഷയം എന്തുകൊണ്ടുണ്ടാകുന്നു? ഇത് റസൂലിന്റെ അനുയായികൾ അങ്ങോട്ട് ചോദിച്ചതാണ്. മുട്ടിയിട്ട് ഇങ്ങോട്ട് പറഞ്ഞതല്ല, അങ്ങോട്ട് ചോദിച്ചു. എന്താ പറഞ്ഞത്? ചോദിച്ചപ്പോ എന്താ വൃദ്ധിക്ഷയം? ഇങ്ങനെ തേങ്ങാപ്പൂള് പോലെ അല്ലെങ്കിൽ ഈത്തപ്പനക്കൊലയുടെ തണ്ടുണങ്ങിയതുപോലെയൊക്കെ ആവാൻ എന്താണ് കാരണം എന്ന് ചിലർ ചോദിച്ചപ്പോ അതിന് അള്ളാഹ് കൊടുത്ത ഉത്തരാണിത്. ചന്ദ്രക്കലകളെക്കുറിച്ച് അവരതാ താങ്കളോട് ചോദിക്കുന്നു, പറയുക അവ മനുഷ്യർക്ക് ഹജ്ജിനും സമയം കണക്കാക്കാനുള്ളതാകുന്നു. ചോദിച്ചത് എന്തുകൊണ്ടുണ്ടാകുന്നു? ഉത്തരം പറഞ്ഞത് അരി എത്ര എന്ന ചോദ്യത്തിന് പയർ ഉപ്പേരി വെക്കാനാണ് എന്നാണ്. പയർ അഞ്ഞാഴിന്നും അല്ല പറഞ്ഞത്, പയർ ഉപ്പേരി വെക്കാനാണ് എന്നാ പറഞ്ഞത്. എന്തുകൊണ്ട് വൃദ്ധിക്ഷയം ഉണ്ടാകുന്നു എന്ന് സഹാബികൾ ചോദിച്ചു. അതുപോലെ അതാ ചോദിക്കണം, പറഞ്ഞാളാ അതൊക്കെ ഹജ്ജിന് നേരം കണക്കാക്കാനുള്ളതാണ് എന്നാണ്. ഇത് പറഞ്ഞു തരാൻ അള്ളാന്റെ ആവശ്യമുണ്ടോ? ചോദിച്ചത് എന്താണ്, ഉത്തരം എന്താണ്? ഇനി സൂര്യഗ്രഹണത്തെക്കുറിച്ച് എന്തെല്ലാം കഥകളാണോ ലോകത്തിന്റെ നാനാഭാഗത്തും നാനാവിധത്തിലുള്ള കഥകളാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത്. നമ്മളെ നാട്ടിലുണ്ട് പല കഥകളും. പാമ്പ് വിഴുങ്ങുന്ന കഥകൾ, രാഹു കേതു വിഴുങ്ങുന്ന കഥകളൊക്കെ ഉണ്ട്. ഇവിടെ അള്ളാഹിന്റെ റസൂൽ എന്താ പറയുന്നത്? അബൂ ഹുറൈറ പറയുന്നു, ഒരിക്കൽ സൂര്യഗ്രഹണം ഉണ്ടായപ്പോൾ, ഞാനത് മുഴുവൻ വായിക്കുന്നില്ല, ചോപ്പിലുള്ളത് വായിക്കാം. എന്താണ് സൂര്യഗ്രഹണം എന്ന് പറഞ്ഞിട്ട് തന്റെ ദാസന്മാരെ ഭയപ്പെടുത്താൻ വേണ്ടി അള്ളാഹു നടപ്പിൽ വരുത്തുന്ന ചില നടപടിക്രമങ്ങൾ മാത്രമാണത്. നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി അള്ളാഹു കാട്ടുന്ന എന്തോ കോപ്രായമാണത് എന്നാണ് നബി പറഞ്ഞത്. ആ കോപ്രായം എന്താണ് എന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ അള്ളാഹ്ക്കും നബിക്കും കഴിഞ്ഞില്ല. ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ നമ്മളിന്ന് 3ാം ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യം പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ല. ചന്ദ്രന്റെ നിഴല് മാത്രമാണത്, നിങ്ങൾ പേടിക്കേണ്ടതില്ല എന്ന് പറയുന്നതിന് പകരം ഞാനോലെ പേടിപ്പിക്കാൻ വേണ്ടി കാട്ടുന്നൊരു കോപ്രായമാണത് എന്ന് പറയാനാണ് അള്ളാഹ്ക്ക് കഴിഞ്ഞത്. എങ്കിൽ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല.